വന്നിട്ട് ഇവിടെ വന്നിട്ട് കട്ട് ചെയ്യും. ഈ ഇതിൽ വന്നിട്ട് കട്ട് ചെയ്യും. ഇതിൽ വന്നിട്ട് കട്ട് ചെയ്യും. ഇതൊക്കെ ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 50 കിലോനൊക്കെ ഒരു മണിക്കൂർ ചൂടിന്റെ പ്രഷറിപ്പുണ്ടല്ലോ അത് കഴിയുന്നതിന് മുമ്പ് ഇടുന്നല്ല. അപ്പൊ ഇതിന്റെ അടുത്തൊക്കെ നിൽക്കണ്ട. അത് തന്നെ അങ്ങനെ കുതിർന്ന് പപ്പടമായില്ലേ കേട്ടോ. പപ്പടമായില്ലേ പപ്പടമായി പൊട്ടിപ്പോയി കേട്ടോ. അറിയാം എത്ര ഉണങ്ങിയ കൊപ്പരായാലും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അതിലിട്ടിട്ട് ചൂടാക്കും. മറ്റേനേക്കാണ് എണ്ണ ഇതിൽ കിട്ടും. എണ്ണ ഇതിൽ കിട്ടും. ആ ശതമാനം കിട്ടും. ചട്ടപ്പെട്ടോ എന്തെങ്കിലും ആണിയോ എന്തെങ്കിലും ഇങ്ങനത്തെ ലോഹങ്ങളോ എന്തെങ്കിലും കുടുങ്ങിയാൽ ചിലപ്പോൾ അതിന് ഡാമേജ് സംഭവിക്കും. അതിന്റെ പല്ലിനും ഇതിനൊക്കെ ഡാമേജ് സംഭവിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മട്ട് ഇങ്ങനെ ഇത് ആട്ടുമ്പം തന്നെ ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇതിലേക്ക് ഇങ്ങനെ 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 കണ്ട് മറ്റുള്ളവർ ചെയ്യണം എന്നല്ല പറഞ്ഞ് ഒരു ഉപജീവന മാർഗമാണ് എന്നോട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ചെയ്താലാണ് നല്ല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഇത്തരം യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ പൊന്നാടുള്ള അസ്രഫ് ഖാന്റെ വീഡിയോ ചെയ്യാനാട്ടോ. അസ്രഫ് ഖാന്റെ വിശേഷങ്ങൾ നേരത്തെ നമ്മളെ ഈ ചാനലിൽ കൂടി നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇതിന് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അസ്രഫ് ഖാന്റെ മില്ലും വീടിനോട് ചേർന്നുള്ള മില്ലൊക്കെയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഒരു കുടിൽ വ്യവസായം മാതിരിയുള്ള അദ്ദേഹത്തിൻ്റെ യൂണിറ്റ്. 1 വർഷം മുന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് ഒന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ മെഷീനറികളെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ റിവ്യൂ നമുക്കൊക്കെ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അസ്രഫ് ഖാന്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് പോയി വരാം. ഈ മനോഹരമായ സ്ഥലത്താണ് നമ്മുടെ അസ്രഫ് ഖാന്റെ ഈ മില്ല് സ്ഥിതി ചെയ്ത്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ളതാണ് ഈ മില്ല്. ഇവിടെ ബോർഡ് കാണുന്നുണ്ടോ, MAK ഓയിൽ മില്ല് എന്നാണ് ഈ മില്ലിന് അദ്ദേഹം പേരിട്ടിട്ടുള്ളത്. അപ്പോൾ കൊപ്രണ്ട്, എള്ള്, കരിഞ്ചീരകം, കടല ഇങ്ങനെ പല ഐറ്റം ഇവിടെ അദ്ദേഹം ആട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ഒരു ഫ്ലവർ മില്ലിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലവർ മില്ലിൻ്റെ മസാലകളൊക്കെ പൊടിക്കാൻ പറ്റുന്ന മില്ലൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നല്ല എക്സ്പീരിയൻസ് കുറെ കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ മുമ്പെല്ലാം ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ അന്തം വിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ചിലവിട്ടോ അന്നൊന്നും നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഈ അടിക്കുന്ന ഇതിൽ തന്നെ ഒരുപാട് മട്ടുകൾ ഈ എണ്ണയില് ഉണ്ടായിരുന്നു. അതിനത്ര എങ്ങനെ ഇത് എടുക്കേണ്ടതെന്ന് കാര്യമായിട്ടൊന്നും അറിയില്ല. ഈ മിഷൻ ഇവിടെ അടുത്തോടെ ഇല്ലാത്തോണ്ട് ചോദിക്കാനൊന്നും കഴിഞ്ഞു. ഓരോ സംഗതി ഇങ്ങനെ പഠിച്ചെടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പൊ ഇപ്പോ പിന്നെ ഇത് ഉണക്കുന്ന സംഗതി, ഈ ഉണക്കെന്ന് പറഞ്ഞാൽ ഇപ്പോ ഉണക്കുന്നത് ചിലപ്പം ഇതിങ്ങനെ ഭയങ്കര കളർ വ്യത്യാസം ഉണ്ട്. ഇനി ആദ്യമൊക്കെ ചുമന്ന് വരും. കാരണം ഇത് ഉണക്കായിട്ടുണ്ടോ എങ്ങനെ അതൊന്നും ഇപ്പൊ ഇന്നൊന്നും അറിയില്ലായിരുന്നു. ഇതിപ്പോ തേങ്ങത്തിൽ നുറുക്കി ഇട്ടാൽ ഏകദേശം 10 മണിക്കൂർ, നിറച്ചിടുകയാണെങ്കിൽ 12 മണിക്കൂർ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഡ്രയർ നിറച്ച് ഇടുകയാണെങ്കിൽ 2 മണിക്കൂറും ഫുള്ളാക്കി ഇടുകയാണെങ്കിലൊക്കെ ഒരു 2 മണിക്കൂറും കൂടി ജാസ്തി വെച്ചാല് നല്ല ഉഷാറ്. ഇത് ഓരോ പറഞ്ഞത് 190 എന്നാണ്. പക്ഷെ ഞാൻ ഇപ്പൊ 190 തേങ്ങ ഒന്നും ഇല്ല. ഞാൻ അതില് ഒരു 200, 250, 300 തേങ്ങ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നോക്കണം. അത് പെട്ടെന്ന് പറ്റൂല. നമുക്ക് ഇത് ചെയ്ത് ഇതിനൊരു എക്സ്പീരിയൻസ് വരാണ്. ഈ എക്സ്പീരിയൻസിന് നമുക്ക് ഓരോ അറിവ് ഇങ്ങനെ നമുക്ക് തന്നെ വരും. അതിന് ആ ഉണക്കം എങ്ങനെയാണ് വെച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. ഇപ്പൊ നമുക്കൊരു 150 തേങ്ങ കൊണ്ട് അത് ഡ്രൈവറിൽ എത്ര ആക്കിയിടണം എന്ന് വരെ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. എത്ര കണ്ടിടണം, എത്ര കണ്ടിട്ടാൽ ഇത് 12 ട്രേ ഉള്ളത് 12 ട്രേയും ഈക്വലായിട്ട് വരണല്ലോ. അപ്പൊ അതിന് എത്ര അതൊക്കെ നമ്മൾ ചെയ്ത് പരിചയം ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ അറിവ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും.
ഇലക്ട്രിക് പ്രയറും ഉണ്ട്. ആ ഇനിയിപ്പോഴത്തെ ഒപ്പം നമുക്കൊരു പിന്നെ വർഗത്തിന് ഡ്രൈവറും ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് മെച്ചം കിട്ടുന്നുണ്ടോ? ആ അത് മെച്ചുണ്ടാവും. മെച്ചമുണ്ടോ? ആ അതായത് കറണ്ട് ബില്ല് കുറച്ച് കുറവ്. കറണ്ട് കുറെ കുറവുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ആ വിറകെടുപ്പിക്കുന്ന അടുപ്പിൽ നാളികേരം ഫസ്റ്റ് വെക്കും. എന്നിട്ട് ചിരട്ടീന്ന് കഴിച്ചിട്ട് കട്ട് ചെയ്ത് നമ്മളെ ഇലക്ട്രിക് ചട്ടേന്ന് കഴിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് കട്ട് ചെയ്യും. ഇതിൽ വന്നിട്ട് കട്ട് ചെയ്യും. ഇതിൽ വന്നിട്ട് കട്ട് ചെയ്യും. ഇതൊക്കെ ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 50 കിലോനൊക്കെ, ഒരു മണിക്കൂർ 50 കിലോനൊക്കെ ഇത് കട്ട് ചെയ്യാം. ഒരു മണിക്കൂറിനൊക്കെ 50 കിലോ ഈസിയായിട്ട് കട്ട് ചെയ്യാം. കുറെ പരിചയപ്പെടുമ്പോ അത്രയൊക്കെ ആവാം, അല്ലെങ്കിൽ കുറച്ച് ഒരു കുറവുണ്ടോ. പരിചയം കൂടുന്നത് ഓരോ സംഗതി നമുക്ക് ഐഡിയാസ് ഓരോന്ന് ഇത് ഓൾറെഡി 10 മണിക്കൂർ കഴിഞ്ഞ്. അതെ. അപ്പൊ അങ്ങനെ എടുത്തു പോവാ. ഇതൊരു 260 നാളികേറുണ്ട്. എന്നാണ്ട് വിട്ടുക. അത് ഫ്രീ ആയി. വെക്കാം. ഇതൊക്കെ ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓണാക്കി ടെമ്പറേച്ചർ എത്രയാണ്? 100. ഇനി മുകളിൽ 100 വരണം. അങ്ങനെ മുകളിൽ 100 വരണം. അതൊരു 5 മിനിറ്റില് ഒക്കെ ആവും. 5-6 മിനിറ്റിലൊക്കെ ആവും. വളരെ സ്പീഡിലായി കിട്ടുന്നില്ലേ? ലേബലൊക്കെ മാറ്റിയിരിക്കും. 56, 57, 80 ഡിഗ്രി ടെമ്പറേച്ചർ 84. അപ്പൊ പെട്ടെന്നാവും. ചൂടോടെ കഴിഞ്ഞാലാണ് നമുക്ക് 5 മിനിറ്റും വേണ്ട. കണ്ടോ 90 ആയിട്ടില്ല. 92 ചൂടോടെ ഇട്ട് കൊടുക്കണം നല്ലല്ലേ? കുറച്ച് ചൂടുണ്ടെങ്കിൽ നല്ലതാണ്. ചൂടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നുമില്ല. എന്നാലേ ചൂട് ചെറിയൊരു അതിന്റെ ചൂടിന്റെ പ്രഷർ ഇപ്പുണ്ടല്ലോ, അത് കഴിയുന്നതിന് മുമ്പ് ഇടുന്നല്ല. അപ്പൊ ഇതിന്റെ അടുത്തൊക്കെ നിൽക്കണ്ട. അതെങ്ങനെ കുതിർന്ന് അടിക്കടിക്കുന്ന പോയിക്കോളും. ചൂടെന്നല്ല, അതിന്റെ പ്രഷർ, അതിന്റെ ഫ്രഷ് ഉണ്ടല്ലോ, ഫ്രഷ്നെസ് അത് കളയാൻ പാടില്ല. ചൂടാക്കി എടുത്ത ആ ഫ്രഷിലാണ് ഇട്ടാല് അതെന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വീണുകൊണ്ടു. മറ്റേ എവിടെയെങ്കിലും സ്റ്റക്ക് ആവും. അപ്പൊ നമ്മൾ വന്ന് കുത്തി കൊടുക്കേണ്ടി വരും. അത് ഇതുകൊണ്ട് കുത്തള്ള അതിനായിട്ടല്ല. അങ്ങനെ കുത്തി ഒറ്റ കുത്തി കൊണ്ട് കുത്തിയാൽ മതി. എന്നാൽ കുറെ കളിക്കൊന്നും വേണം. അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അതെ. പിന്നെ അങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല കേട്ടോ. ഏകദേശം ഇങ്ങനെ അടുത്തേക്ക് പോവാന്നല്ല വെച്ചാൽ പൂനോളം തന്നെ പോകരുത്. കാരണം സ്റ്റോപ്പ് ആയത് നമ്മളെ കറണ്ടാ പോവാ. അതിങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ട് നിൽക്കും. ചിലപ്പം ഈ 99 ആയ കുറച്ചവിടെ നിൽക്കും. പിന്നെ 100ക്ക് വരാൻ കുറച്ചവിടെ നിൽക്കും. 99 വരെ വേഗം വന്നല്ലേ? 100 ആയി. ഏതായാലും
100 കഴിഞ്ഞാൽ 100 ആയിക്കട്ടെ, ഒന്ന് മെല്ലെ റിവേഴ്സ് അടിക്കാം കേട്ടോ. ഒരു റിവേഴ്സ് ഇപ്പൊ അങ്ങോട്ടാ പോണത്. മോട്ടർ ഓൺ ആയി. ഇപ്പൊ അങ്ങോട്ടാ പോണത് കേട്ടോ, അങ്ങോട്ടാ പോണത്. അത് വെറുതെ ഒന്ന്, അത് അതിന്റെ ഒരു ഇതാണ്. വെറുതെ അത് റിവേഴ്സ് അടിക്കും. റിവേഴ്സാ പോണത്. റിവേഴ്സ് ഇങ്ങനെ അടിച്ചിട്ട് 2 സെക്കൻഡ് അടിച്ചിട്ട് സ്റ്റോപ്പ് ആവുക. ഇപ്പം ഇതാ ഇങ്ങോട്ട് മെല്ലെ മെല്ലെ ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്. അത് വരേണ്ട ആദ്യം ഉള്ളതായിട്ട്. ഇപ്പോഴുള്ള ഒപ്പരം ഞാൻ വരണം, വന്നില്ല, ഉണ്ടാക്കി വരണം. അതിപ്പോ ഏതാണ്ട് വരല് തുടങ്ങി. നല്ല അങ്ങോട്ട് വന്നാലും ഒന്നാലും ശരിയാ. പേപ്പർ മാറി പിന്നെ ഇത് പരിചയപ്പെട്ടോല് ഇവിടുന്ന് പരിചയപ്പെട്ടോല് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുള്ളൂ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണ കേട്ടോ. ഇതിപ്പം പപ്പടമായില്ലായി കേട്ടോ. ഇപ്പൊ പപ്പടമായില്ലായി. പപ്പടമായി പൊട്ടിപ്പോയി കേട്ടോ. അപ്പൊ എടുക്കുമ്പോ നല്ല ഇതുണ്ടാവും. ഒരു 5 മിനിറ്റ് കഴിയണം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഇതൊന്ന് ഒന്ന് വലിയണം. നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് അണിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും അതന്നെ അതെ അങ്ങനെ ഇറങ്ങുന്നുണ്ടോ, അങ്ങനെ ഇറങ്ങുന്നുണ്ടോ? അങ്ങനെ ഇറങ്ങിപ്പോയിക്കോളൂ. അതെ, ഈ നിറം വന്നാൽ നല്ല ഈ ഒരു ബ്രൗൺ നിറം. വെള്ള നിറമായാലും അതിനനുസരിച്ചുള്ള എണ്ണയും വെള്ളം ഒരിയാതെ ഇതൊക്കെ വെള്ള കളറായിരിക്കും ഉണ്ടാവുക. അത് കുറച്ച് വേവുന്ന നല്ലതാണ്. അത് എണ്ണന്റെ ക്വാളിറ്റി എല്ലാം കൂടും. ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഇങ്ങനെ വരണം. അപ്പൊ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴാണ്. അതെ 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 അതെ. എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മൾ ഇതിനെ ഈ പെണ്ണാക്ക് എന്താ കാട്ടുന്നത്? പുണ്ണാക്ക് ഇങ്ങനെ ഓരോരുത്തർ വരി വരെ ചോദിച്ചിട്ട് എല്ലാം പൈസ ആടിനെ എല്ലാം കൊടുക്കും. മറ്റേ പുണ്ണാക്ക് കാട്ടിൽ നല്ല ടേസ്റ്റ് അത് തിന്നത്. അത് നോക്കട്ടെ. ചോദിച്ചാ അതാ ഇവിടെ ഇങ്ങനെ വെറുതെ കുത്തിയാൽ മതി, അങ്ങനെ പോയിക്കോളും. ഉണക്കുന്നതിനൊക്കെ പഠിക്കാണ്ട്. ഇപ്പൊ വെയിലത്ത് ആട്ടിയ ഈ വെയിലത്ത് ഉണക്കിയ കൊപ്പര വരും ചിലപ്പം. വെയിലത്ത് ഉണക്കിയത് ഇപ്പൊ സാധാരണ മില്ലുകളിലൊക്കെ വെയിലത്ത് ഉണക്കിയ കൊപ്പര ഇങ്ങനെ വരിക്കും, ഇങ്ങനെ വെക്കും പോലെ അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഇതായിപ്പോ. അത് ഇതിനത് പറ്റൂല. ഇതിനത് പറ്റൂല. ഇതിന് ഞാൻ ചെയ്യുന്നറിയാം, എത്ര ഉണങ്ങിയ കൊപ്പരായാലും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അതിലിട്ടിട്ട് ചൂടാക്കും. അതിനുള്ള പൈസ വാങ്ങും. കസ്റ്റമറോട് പറയുന്നിട്ട്, കാരണം നിങ്ങൾ അവിടുത്തെ മാതിരില്ല, ഇതിലാട്ടണമെങ്കിൽ ഇതിനൊരു പ്രൊസീജറിന്റെ അതിനനുസരിച്ച് തന്നെ പോകണം, എന്നാലേ ഇതിനനുസരിച്ചുള്ള എണ്ണ കിട്ടുള്ളൂ. എല്ലാം ഞാൻ എണ്ണ കിട്ടും, എണ്ണ പുണ്ണാക്ക് ജാസ്തിയാവും, എണ്ണ കുറയും ചെയ്യും അല്ലെ. അതിന്റെ രീതിയിൽ കൂടെ പോയാൽ കറക്റ്റ് ഇതിൽ പറഞ്ഞ എണ്ണ കിട്ടും. മറ്റേതിനെക്കാണ് എണ്ണ ഇതിൽ കിട്ടും, എണ്ണ ഇതിൽ കിട്ടും, ശതമാനം കിട്ടും. അത് കിട്ടും. കിട്ടും. അത് പഠിക്കണം. എല്ലാവർക്കും കിട്ടില്ല, പഠിക്കണം. എല്ലാവർക്കും കിട്ടില്ല. ഇതിന് ഉണക്കത്തുമ്മലൊക്കെ ഒക്കെ ഉണ്ടായിട്ട് സംഗതികള്.
പിന്നെ അത് എന്താണെന്ന് അറിയില്ല. കാരണം പുണ്ണാക്ക് ബേക്കറിയിലൊക്കെ പോവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ വണ്ടിക്കാര് പുണ്ണാക്ക് ഈ വണ്ടിക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഹോൾസെയിലായിട്ട് വണ്ടിക്കാർ ഒന്നായിട്ട് വലിയ വലിയ മില്ലിന്നൊക്കെ കൊണ്ടുപോകണപ്പോൾ അതിനെന്നായിരിക്കും ബേക്കറികളിലും മറ്റുമൊക്കെ വലിയ വലിയ ബേക്കറിക്ക് ഇടാനും മറ്റുമൊക്കെ ആയിരിക്കും കൊണ്ടുപോകണത്. ഓ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് വന്നിരുന്ന ആൾക്കാര്. ഇപ്പൊ ഈ തേങ്ങക്ക് വില അതിന്റെ കേസ് കുറെ കൊല്ലായി ഏകദേശം ഭയങ്കര വില ആയിട്ട്. ഇപ്പൊ കുറച്ച് കുറവാണ്. മറ്റേ പിന്നാലെ ആൾക്കാർ ഇങ്ങനെ വരികയായിരുന്നു, ഇവിടുന്നൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞെടുക്കും ചെയ്യും. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഉള്ളത് പറയും, ഉള്ളത് നമ്മൾ തുറന്ന് പറയും. ഓലെങ്ങനെ പുതിയ ചോദിക്കുന്നത് ഡാമേജ് ഉണ്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ കേടുപാടുകൾ സംഭവിക്കോ, നന്നാക്കിട്ടോ, അങ്ങനെയൊക്കെ തന്നെ ചോദിക്കും. ഞാൻ പറയും ഞാൻ അങ്ങനത്തെ ഇത്രയും കാലമായി ഇതുവരെ അങ്ങനെ ഒരു മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല. മെയിൻ്റനൻസ് വരിക എന്ന് പറഞ്ഞാല് ഇതിൽ പല സംഗതിയും വരും. നമുക്ക് അനുഭവം ഉണ്ട്. അതായത് ഇത് ചൂട് കൂടിക്കഴിഞ്ഞാല് ചിലപ്പോ ചിലർ എന്ത് ചെയ്യുന്നറിയോ, ഈ പുണ്ണാക്കുണ്ടല്ലോ ഇത് വെറുതെ പിന്നെ ആട്ടും, വീണ്ടും പിന്നെ ആട്ടും. പക്ഷെ ആട്ടിക്കഴിഞ്ഞ എണ്ണ കിട്ടും, ശകല എണ്ണൊക്കെ കിട്ടും. പക്ഷെ അത് ആട്ടാൻ പാടില്ല. പുണ്ണാക്ക് രണ്ടാമ ആട്ടാൻ പാടില്ല. പിന്നെ ചൂട് കൊടുക്കുന്ന പുണ്ണാക്കൊക്കെ രണ്ടാമ ആട്ടിയാല് ഫസ്റ്റിലൊക്കെ കുറെ എണ്ണ കിട്ടും. ചൂട് ജാസ്തി ആയി കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഇതിന്റെ ഈ നോസലുണ്ടല്ലോ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഈ സാധനം ചൂടുമ്പോഴായിരിക്കും പൊട്ടത്. പിന്നെ ചൂട് കൂടുമ്പോഴും ഈ ഇതില് വല്ല കച്ചറ കുടുങ്ങിയാലും, ഇപ്പം വല്ല ചട്ടപ്പെട്ടോ ഇപ്പൊ കൂടുതലൊക്കെ കുടുങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ എങ്ങനെയെങ്കിലും ചട്ടപ്പെട്ടോ എന്തെങ്കിലും ആണിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോഹങ്ങളോ എന്തെങ്കിലും കുടുങ്ങിയാൽ ചിലപ്പോൾ അതിന് ഡാമേജ് സംഭവിക്കും. അതിന്റെ പല്ലിനും ഇതിനൊക്കെ ഡാമേജ് സംഭവിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയാണ്. അതായത് കുറേ ശ്രദ്ധിക്കണം. അല്ല, ഈ മട്ട് ഇങ്ങനെ ഇത് ആട്ടുമ്പം തന്നെ, ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇടാൻ ശ്രദ്ധിക്കും. ഇങ്ങനെ ഇടാൻ ശ്രദ്ധിക്കും. അയക്കനിട്ട് കൊടുക്കാം. അറിയില്ല. മുമ്പ് ഞാൻ ചെയ്തപ്പോഴേ ഈ മട്ടൊക്കെ വേറെ തന്നെ പോവും. അത് വേറെ തന്നെ വേസ്റ്റ് ആയിട്ട് പോകും. കൈ കൊണ്ടൊക്കെ പിഴിഞ്ഞിട്ട് എന്തൊക്കെ നമുക്കറിയില്ലല്ലോ. എന്നിട്ട് അതൊക്കെ വേറെ അങ്ങനെ ഓർക്ക് എണ്ണ കുറവായിരിക്കും കിട്ടുക, നമുക്കറിയില്ലത്. പിന്നെയാണ് ഈ ഒരു പഠിപ്പൊക്കെ ആയത്. ഇതിപ്പോ ഇതിക്കനിട്ട് കൊടുക്കാം. അതെ അയക്കനിട്ട് കൊടുക്കാം. അത് ഇതൊന്ന് നിറയുന്നതിന് മുമ്പ് ആവണം. അതിനകത്ത് ഇവിടെ ഇങ്ങനെ ആള് വേണമെന്ന് പറഞ്ഞതേ. അത് നിറയുന്നതിന് മുമ്പായിട്ട് അത് ഇട്ട് കൊടുക്കുക. അടുത്തതേ
അത് 10 നാളികേരം കൊണ്ടാലും ഞാൻ 300 റുപ്യ ആവും. ആ കാരണം അതിന് ചൂട് 10 നാളികേരം അതിലിട്ടാല് ഒരേ ചൂട് തന്നെ ഉണ്ടാവുള്ളൂ. ഒരു സ്വിച്ച് ഇട്ടാല് ഇത്ര സമയം ഉടങ്ങണ്ടേ? അതെ 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 അതാണ്. അതെ നല്ല വെളിച്ചെണ്ണ, ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ കിട്ടണം. അതെ 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 ഈ ചാടണമെങ്കിൽ ഈ വെളിച്ചെണ്ണന്റെ ഈ കണ്ടീഷൻ കിട്ടണമെങ്കിൽ അഷ്റഫ് പറഞ്ഞ ആ മെത്തേഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് നന്നാവുള്ളൂ. ഏകദേശം ഒരു വർഷത്തിലേറെ പഴക്കമെന്ന് പറയാം. നമ്മൾ വീഡിയോ തന്നെ ആ വീഡിയോ എടുക്കുന്ന തന്നെ ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടാവും. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാവും. ഇതിന്റെ ഉള്ളിലാ ഇതിന്റെ ചൂടൊക്കെ അനുസരിച്ച് ചിലപ്പോ 104 ആവും, 105 ആവും, 110 വരെ ആവും. അത് ചൂട് അതിന്റെ ഉള്ളില് പ്രവർത്തിക്കുന്ന ചൂട് അതിനനുസരിച്ച് വരും. അത് കുറവുണ്ടാവുമ്പോ ഉള്ളില് ചൂട് കുറച്ച് കുറവുണ്ടാകുമ്പോ ഇത് ഈ ലൈറ്റ് കത്തും. അത് ലൈറ്റ് ഉണ്ടോ? അത് കുറെ അതിന്റെ വേരിയേഷനായി കാണിക്കുന്നത് ഇവിടെ ഈ ലൈറ്റ് ഇങ്ങനെ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞില്ല. ഇവിടുത്തെ പുതിയ ഐഡിയ ഇവിടെ എന്ന് പറഞ്ഞാല് ഈ വരുന്നോല് ചോദിക്കും ഈ പൊടികൾ ഉണ്ടാക്കിക്കൂടെയെന്ന്, പൊടി എന്തെങ്കിലും. അപ്പൊ അതിനുള്ളൊരു തില ഇങ്ങനെ കണ്ടെത്തിയതാണ്. ഇവിടെ തില ഇല്ലേനി, ഇവിടെ ഇങ്ങനെ ഒരു കുയ്യൊക്കെ കഴിഞ്ഞു ഇവിടെ. അപ്പൊ ഇവിടെ തില ഉണ്ടാക്കിയതാ 2 നിമിഷം വെക്കാൻ വേണ്ടിട്ട്. അത് ഞാൻ തന്നെ. ഇത് നമ്മള് എന്താ പറയാ, നമ്മള് തൊഴിലായിരുന്നത് വെൽഡിങ്. അപ്പൊ അത് ചെറുത് അതേമാതിരി തന്നെ ചെറിയ മിഷന്. മെക്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ മിഷൻ. അങ്ങനല്ല, അവിടെ ഞാൻ ഉദ്ദേശിച്ച രീതി അവിടെ ഉണ്ട്. ആ രീതിയിൽ മിഷൻ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ചെറുത് ഉണ്ടാക്കുന്നുണ്ട്. 3 HP. അതെ അതെ. ഓക്കെ. ഇവിടെ കുറെ കൂടിയും പണികളുണ്ട്. ഞാൻ സൈഡൊക്കെ മറക്കണം. ഇങ്ങനെ മറക്കണം പണികള്. ഇത് ഞാൻ അവിടെ പണിയില്ലാത്തപ്പോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്യുന്നു. ഒഴിവുള്ള സമയത്ത് അത്തേട അത്തടിടാ. ബ്രൗണിനകത്തിൽ ഇങ്ങനെയൊക്കെ വന്നാലും മതി. ഇങ്ങനെല്ലാം വന്നാലും മതി. വന്നാലും മതി.
പുക ഇപ്പൊ ഇതിന് പുക ഇതിന്റെ ഇതാണ് ആ ചൂടിന്റെ ഇത് കാരണം ഇപ്പൊ 101 കേട്ടോ 107 കേട്ടോ 107 ഇപ്പൊ നേരെ 100 നിൽക്കല്ലേ അത് ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ളതാ കണ്ടോ അതെ പുക ഉണ്ടോ അതൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അതെ അതെ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് മെക്മാർക്കിന്റെ 190 നാളികേരം ഉണക്കുന്ന ഒരു ഡ്രയറാണ്. ഈ ഡ്രയർ ഇപ്പൊ നമ്മൾ കസ്റ്റമൈസ് സ്റ്റീല് ഇങ്ങനെയൊക്കെ പല ടൈപ്പുകൾ വരുന്നുണ്ടോ, പല വെറൈറ്റി കളറിലൊക്കെ ഇത് 3 HP വരുന്ന ഓയിൽ പ്രസ് ആണ് ഈ കാണുന്നത്. ഇത് മെക്മാർക്ക് തന്നെ ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒന്നും കൂടിയാണിത്. നല്ല പെർഫോമൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 130 കിലോ വെയിറ്റ് വരുന്ന ഒന്നും കൂടിയാണ്. 2500 മോട്ടോർ കപ്പാസിറ്റിയും 2500 ഹീറ്റർ കപ്പാസിറ്റിയാണ് ഇത് വരുന്നത്. അവസാനത്തെ ഡോട്ടിലെ അസലൊക്കെ ഇതിപ്പോ ലൈസൻസ് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പോൾ ഇതൊരു പഞ്ചായത്ത് ലൈസൻസ് വേണ്ടി വരും ഇപ്പൊ നമുക്ക് സംരംഭം തുടങ്ങണമെങ്കിൽ? പഞ്ചായത്ത് ലൈസൻസ് ചെറുമാതിരി ഇങ്ങനെ ചെയ്യാനൊന്നും ലൈസൻസ് വേണ്ട. കാരണം ഇതൊരു കൂടുതൽ വ്യവസായമല്ലോ. വ്യവസായത്തെ ചെയ്യണമെങ്കിൽ ചെറിയ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് വലിയ എത്തിക്ക് കൂടും. ഒരു 5 HP 10 HP മുകളിലൊക്കെ 5 HP മുകളിലാകുമ്പോൾ അതിൻ്റെതായ എന്തൊക്കെ പരിമിതികൾ ഇപ്പം ചെറിയ ഇതല്ല. 5 HP ചോടയാണെങ്കിൽ പിന്നെ കുറെ അളവുണ്ടല്ലേ? ചോടയാണെങ്കിൽ എന്തൊക്കെ അളവുണ്ട്. ഇതിപ്പോ നമ്മൾ 5 HP കറക്റ്റ് 5 HP വരുന്നേ? 5 HP ഇല്ലല്ലോ. 3 HP ഉള്ളല്ലേ? 3 HP 5 HP വരാൻ പറ്റും. എല്ലാ തേങ്ങയും എപ്പോഴും ഒരേ അളവല്ല, ഒരേ കറണ്ടല്ല. നല്ല വിളഞ്ഞ കൊട്ടൻ തേങ്ങയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 10 മണിക്കൂറുണ്ടെങ്കിൽ 8 മണിക്കൂറുള്ളതോ. നല്ല വിളഞ്ഞാണെങ്കിൽ കാരണം അത് നമ്മൾ കണ്ടാലറിയാം നല്ല സ്വർണ്ണ കളറായിട്ട് കംപ്ലീറ്റിൽ വരും. ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗെയിമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓഫ് ചെയ്യാം. അല്ലാത്തതാണെങ്കിലാണ് 10, 11, 12 ഒക്കെ ആവില്ല മണിക്കൂർ കൂടുന്നത്. നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ പെട്ടെന്നാവും. അതിന്റെ എണ്ണ നല്ല എണ്ണയാവും. സ്മെല്ലിന് വ്യത്യാസം വരും. പിന്നെ ഈ ഇതുണ്ടല്ലോ നല്ല വെന്തത് ഇതേമാതിരി ഡാർക്ക് കളറുള്ളത് കുറച്ച്
കല്ലില്ലേ ആ. നല്ലോണം ആ. ആ. അതും വ്യത്യാസം ഉണ്ടാവും കല്ലിന്. ആ ഇതിന്റെ ഈ വേവിനനുസരിച്ചുള്ള കല്ലിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വ്യത്യാസം ഉണ്ടാവും. ആ കരിനനുസരിച്ച്. ആ അപ്പോൾ എപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇതൊക്കെ മീഡിയം ലെവലല്ലേ. ആ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം മീഡിയം ലെവലാണ്. ലെവലൊക്കെ കിട്ടണമെങ്കിൽ കുറേ ദിവസത്തിൽ പണിയെടുക്കണം. ആ അപ്പോഴേ തന്നെ മനസ്സിലാവുള്ളൂ. അതെ, അതെ. ഒരു ദിവസം കൊണ്ട് ഒന്നും അറിയില്ല. നമുക്ക് തന്നെ പല അനുഭവം നമുക്ക് തന്നെ വരണം. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അപ്പൊ ഈ മെഷീൻ കയ്യിൽ കിട്ടിയിട്ട് തനിയെ പഠിക്കണം. അത് തനിയെ പഠിക്കണം. അല്ലാതെ ഒറ്റ ദിവസം ഇവിടെ വന്ന് കണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പഠിച്ച് സിമ്പിളായിട്ട് അപ്പൊ രണ്ടാമത്തെ ബക്കറ്റ് നിറഞ്ഞിട്ടോ. ഞാനാണെങ്കിൽ കുറച്ചുകൂടി അപ്പൊ ഇത്രയും ആക്കിയിട്ട് ഒരു ചണ്ടി നമുക്ക് കിട്ടിയില്ല. കിട്ടിയ ചണ്ടിയൊക്കെ അത്രക്കും കാട്ടുന്നതാണില്ലേ, അതായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ പുറന്തള്ളാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഐഡിയ, കുറേ ഐഡിയ കഴിയുമ്പോൾ കിട്ടുന്ന ഓരോ അനുഭവമാണ് നമ്മൾ ഈ വീഡിയോ കൂടി പങ്കുവെച്ചിട്ടുള്ളത്. പിന്നെ എണ്ണ ഊറുന്ന സമയത്ത് ഇതിന് പോകുന്ന മട്ടുണ്ടാവും. ആ ആ അതിന് പോണ മട്ടുണ്ടാവും. അതിന് നമ്മളിത് റിഫൈൻ ചെയ്തൊന്നുമില്ലല്ലോ. അതെ 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 അതെ. പിന്നെ ഈ കൊപ്ര കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കാണ്ടോ? ഉണക്കം കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം കണക്ക് തന്നെയാണ്. ആ. ഉണക്കം കൂടിയാലേ കുറച്ചും കൂടി ആടാവും കട്ട് ചെയ്യാൻ, ആ. കുറച്ചും കൂടി പ്രയാസം ഉണ്ടാവും. ആ ഉണക്കം കുറഞ്ഞാലേ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഉണക്കം കുറഞ്ഞ മീഡിയം ഉണക്കാൻ ഇതിന് നല്ലത്. വീഡിയോ ഉണക്കാൻ നല്ലത് പകുതി. ആ കട്ട് ചെയ്യുമ്പോൾ ഒരു ഉണക്കണ്ട്, കൂടേണ്ട സമയത്ത് ഒരു ഉണക്കണ്ടല്ലോ. ആ ഒരു മീഡിയം ഉണക്കത്തിലല്ല കൂടുക. ആ അതായിരിക്കും കട്ട് ചെയ്യാനുള്ളൂ. കുറച്ച് സൗകര്യം. പക്ഷേ പച്ച പൂണ്ട് കഴിഞ്ഞാൽ പ്രയാസമുള്ളതായിട്ട് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ പിടിക്കും, ആ അവിടെ ചെക്കാവും. ആ അപ്പം നിങ്ങൾ കഴിച്ചെടുക്കല? കഴിച്ചെടുക്കണ്ട, ആ കഴിച്ചെടുക്കണം. അതൊന്ന് കുത്തി കൊടുത്ത് ഒന്ന് ആ ആ പോവും. കൊടുക്കണം. ആ ഉണ്ടാവില്ല, ആളുണ്ടാവില്ല. ഡെൻമാർക്കിന്റെ ഇപ്പൊ വരുന്ന മെഷീൻ ഉണ്ടല്ലോ. ആ ആ ആ ഇപ്പൊ വരുന്ന മെഷീൻ, പുതിയ മെഷീൻ, ആ അത് ഒരു കുറച്ചും കൂടി ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുറച്ചും കൂടി, ആ കാരണം എണ്ണ കുറച്ചും കൂടി ഗ്യാസ് കിട്ടുന്ന മാതിരിയാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. ഓ കാരണം ഞാനിപ്പോ ആ. ഇതിന്റെ പിന്ന് പൊട്ടിയിട്ട് ആ മാറ്റാൻ വേണ്ടി പോയി. ആ അങ്ങനെ അത് മാറ്റിട്ട് എന്നിട്ട് ആ അപ്ഡേഷൻ ചെയ്തതാണ് ഒരിക്കൽ എനിക്ക് തന്നത്. ആ. പക്ഷെ ഇതിന് സെറ്റ് ആയില്ല അത്. ആ ഓ അത് അതിനെ സെറ്റ് ആവല്ലോ. അതിന്റെ പമ്പും അതിന്റെ ഇതും ആ ആ റാഡും നല്ല വ്യത്യാസമുണ്ട്. ഓ അതൊന്നായിട്ട് ഇടണം. ആ ഞാൻ അതിന് ആവശ്യപ്പെട്ടിട്ടില്ല. ആ ആ ആ ആ ആ ഓരോ ബാച്ച് ഇറങ്ങുന്ന ഓരോ ടൈപ്പ് ആകുമല്ലോ. അതില്ലെങ്കിൽ ആട്ടിയിട്ടേ ആ ചെറിയ പ്രശ്നം വന്നേ. ആ പുണ്ണാക്ക് നല്ല നൈസായിട്ട്, അതായത് ആ. ഈ പുണ്ണാക്കിന്റെ തിക്നെസ് ഉണ്ടല്ലോ, ആ ഇതിനെക്കാളും ഇതിന്റെ നൈസ്. പകുതിയുള്ളൂ. ഓ അതിന്റെ പകുതിയുള്ളൂ. ആ അതിനനുസരിച്ച് എണ്ണയുണ്ട്. ആ അതിനനുസരിച്ച് എണ്ണ അതിൽ വരുന്നുണ്ട്. ആ അപ്പൊ ഇതിലേറെ എണ്ണ ഇപ്പൊ പുതിയ അപ്ഡേഷനിൽ വരുന്നുണ്ട്. വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായി. ആ കണ്ട ആ സാധനം കണ്ടാ അറിയാലോ. ആ, ഉണ്ട്. ഞാൻ താട്ടി ഒരു താട്ടി ഓ എനിക്കത് ഇവിടെ ഇതിന് പിടിക്കുന്നില്ല ശരിക്കും. ആ. നന്നാക്കി വരാനൊക്കെ ഭയങ്കര പ്രയാസം. ഓ ഓ ഓ ഓ എന്നിട്ട് രണ്ടാമത് മാറ്റി ഇതിന്റെ നെട്ടതാ, ആ ഇതിന്റെ നെട്ടാ ഇതിന്റെ ഒറിജിനൽ നെട്ട് ആ. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വരുന്നുണ്ട്. ആ നിങ്ങൾ എന്താണ് മാറ്റാൻ നോക്കിയത്? എന്താ കാരണം? മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഇതില് ശരിക്കും വരുന്നില്ല.
ആ ശരി. കാരണം പുണ്ണാക്ക് വരാൻ ഭയങ്കര താമസം, ആ ആ ആ ഭയങ്കര താമസം, പിന്നെ ഭയങ്കര ചൂടാവുക, ആ ആ മിഷൻ ഭയങ്കര ചൂടാ. ഇതിപ്പം ഇങ്ങനൊക്കെ ആക്കിയിട്ട് 100, 100, 107, 110 താഴേക്കെ ഉള്ളൂ. ആ ഇത്രയും സമയം നമ്മൾ ആട്ടിയിട്ടു ഇപ്പൊ കുറഞ്ഞു വന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല, ഓഫ് ആക്കി അല്ലേ? പക്ഷെ അതിൽ 140, 145 ഒക്കെ വരുന്നുണ്ട്. അത് എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് വരുന്നത്. എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അല്ല അപ്പൊ എത്ര പുകയും പോകുന്ന ഇപ്പൊ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. 2 ആഴ്ച അങ്ങനെ സംഗതി നല്ലതാണ്. ഇപ്പൊ ഇറങ്ങുന്ന മിഷൻ അത് പറ്റും, ഇറങ്ങുന്ന മിഷൻ പറ്റും. കാരണം ഇപ്പൊ സൂട്ടബിൾ ആവും. ഇപ്പൊ ഇറങ്ങുന്ന പുതിയ മിഷൻ ഇപ്പൊ വരുന്നത് ആ പുതിയ അപ്ഡേഷനാണ്. ഓരോ എന്തെങ്കിലും ഓരോ അപ്ഡേഷൻ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നോണ്ടല്ലോ. അതെ 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 അതെ. ഞാൻ നോക്കി പുണ്ണാക്കുന്നുണ്ട് വളരെ ഇതായിട്ട്, വളരെ നൈസ് ആയിട്ടുള്ള പകുതി ഒരു പേപ്പറിന്റെ കനക്കേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചെറിയ പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ കനക്കേ ഉള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ? അത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ ടിഷ്യൂ പേപ്പറിന്റെ അതേ കാലം അതെ, അത്രയും നൈസ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എണ്ണയാണ്. ആ കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ. ഇനിയിപ്പോ അതിലുള്ള പിണ്ണാക്കം എന്താകുക? അപ്പൊ അതിലുള്ള പിണ്ണാക്കം എന്താ തിരിച്ചും കിട്ടാൻ വരുമോ? അപ്പൊ അതിന്റെ ഉള്ളിൽ കുറച്ചുണ്ടല്ലോ, അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കുക ചെയ്യാം. ആ അങ്ങോട്ട് റിവേഴ്സ് പോയിക്കാണ് അവിടെ നിൽക്കും അല്ലേ? ഇതിപ്പോ അങ്ങനെ ചെയ്യാം. ഇത് ശരിക്കും ആയി തന്നെ ഇടണ്ടീന്നു അല്ലേ? ആ ഇതൊക്കെ നമ്മളെ ഭാഗമായിട്ട് ചെയ്യുന്നതാ. കസ്റ്റമർക്ക് വന്നത് അതെ 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 ഇതാക്കണ്ടല്ലേ, അതെ അതെ നഷ്ടം വരുത്തണ്ടല്ലോ. അത് നമ്മളെ വകയാണ്, അത് ഫൗളാണ്, ചെയ്യാൻ പാടില്ല. കുറച്ച് മുന്നാക്കായിട്ട് ഇട്ടിട്ട് അത് നമ്മളെ വർത്താനത്ത് കൂടി പേച്ചാണ്. അതെ അതെ, കുറച്ച് കൊടുക്കാം. നമ്മൾ ആ വർത്താനം പറഞ്ഞിട്ടില്ല, അതൊക്കെ ക്ലിയർ ആയി. ഇത് ഈ സാധനം ഇതാണ് ഇതിപ്പോ പുണ്ണാക്കിട്ട് അടിച്ചിട്ടാണ്. ഇപ്പൊ റിവേഴ്സ് അടിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഇങ്ങോട്ട് വരും. അവിടെ ഉള്ളതൊക്കെ റിവേഴ്സ് അടിക്കുമ്പോൾ അത് എടുത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തോ കറണ്ട് കൊണ്ട് എന്തെങ്കിലും എടുത്ത് ഒഴിവാക്കുന്നല്ലേ? കറണ്ട് കൊണ്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും കൊണ്ട് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് മലപ്പുറം ജില്ലയിൽ ബാക്കി സ്ഥലം പറഞ്ഞെടുത്താണ് ചെറുവായൂര്, പൊന്നാട്. പൊന്നാട് നമ്മൾ അസറഫ് ഖാന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, രണ്ടാമത്തെ ഈ ഓയിൽ യൂണിറ്റിന്റെ വീഡിയോ ആണ് കണ്ടത്. അപ്പോ നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഇപ്പൊ ഒരുപാട് ഈ അസറഫ് ഖാന്റെ അനുഭവങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ആട്ടാം, കൊപ്ര എങ്ങനെ ആട്ടിയാലാണ് നല്ല രീതിയിൽ വെളിച്ചെണ്ണ കിട്ടുക, ഓയിൽ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളൊക്കെ അസറഫ് ഖാന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോ കണ്ട് മനസ്സിലാക്കുക. അതേമാതിരി ഇപ്പൊ നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അസറഫ് ഖാന്റെ ഈ മില്ലിനെ പ്രോത്സാഹിപ്പിക്കുക. അതായത് അദ്ദേഹം ഇത് ഈ പ്രായത്തിലും ഇപ്പൊ എന്നെക്കാൾ എന്റെ വാപ്പാന്റെ പ്രായം ഉണ്ടാവും അസറഫ് ഖാൻ. ഈ പ്രായത്തിലും അദ്ദേഹത്തെ ഈ ചുറുക്കോടെയാണ് ഈ ഓയിൽ യൂണിറ്റ് കൊണ്ടിറക്കുന്നത്. അപ്പൊ അതെന്താണ്, ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥത, അതാണ് നമുക്ക് ഇത് കണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഓയിൽ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ നമ്മളെ സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ അവരൊക്കെ സപ്പോർട്ടും സഹായമൊക്കെ ഉണ്ടാവും. അതിനൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നെ അതിനെ കുറിച്ചൊക്കെ ഈ താഴെ കാണുന്ന നമ്മൾ ഈ മൊബൈൽ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരും. അസറഫ് ഖാന്റെ പരമാവധി ഈ ആൾക്കാർ, ഈ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഈ അദ്ദേഹത്തിന് ഈ മില്ലിൽ വന്ന് കൊപ്ര ആട്ടി കൊടുക്കുക, അതുപോലെ അദ്ദേഹം വെളിച്ചെണ്ണ സെയിൽ ചെയ്ത് അതൊക്കെ വാങ്ങിച്ച് പിന്നെ അദ്ദേഹം ഒന്നും കൂടി ഡെവലപ്പായിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു പൊടി മില്ല്, അതായത് മസാലപ്പൊടികൾ പൊടിച്ചിട്ട് ഇവിടെ കൊടുത്ത് വിൽക്കാനുള്ള സംരംഭമൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങളെ ഈ നാട്ടുകാരെ സഹായിക്കുക, ഇത്തരം കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഇതുപോലെ കണ്ട് മറ്റുള്ളവർ ചെയ്യണം എന്നല്ല പറഞ്ഞ് ഒരു ഉപജീവന മാർഗമാണ് എന്ന്
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ചെയ്താലാണ് നല്ല രീതിയിൽ നമുക്ക് ഇത്തരം യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാവും. അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ വിശേഷങ്ങളുമായിട്ട്, അഷ്റഫ് ഖാന്റെ വീഡിയോ വിശേഷങ്ങളുമായിട്ട് വൈകാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.